അവർ നിങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെച്ചിരിക്കുന്നു. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് വെറും പുരാതന സംസ്കാരങ്ങൾ നിർമ്മിച്ച ഒരു വലിയ കല്ല് ഘടന മാത്രമല്ല, അവർ നിങ്ങളിൽ നിന്ന് പലതും മറച്ചു വെച്ചിട്ടുണ്ട്. പിരമിഡുകൾ ഒരിക്കൽ വെള്ളപ്പൊക്കത്താൽ മൂടപ്പെട്ടിരുന്നതിന് ശക്തമായ തെളിവുകളുണ്ട്. ഈ ഘടനകൾ നിർമ്മിച്ച ജീവികൾക്ക് ഭൂമിയുടെ ഊർജ്ജം ഉപയോഗിക്കാനും നക്ഷത്രങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും ഉണ്ടായിരുന്നു. ആസ്ട്രോണമിയിലെ വിപുലമായ അറിവും സെലസ്റ്റിയൽ എനർജി ഉപയോഗിക്കാനുള്ള കഴിവും. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമാകുന്നു. പിരമിഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ ഉദ്ദേശപൂർവ്വം തിരഞ്ഞെടുത്തവയാണ്. ഒരു കാലത്ത് ചാലുകൾ വഴി വെള്ളം പിരമിഡിന്റെ അടിത്തറയിലേക്ക് എത്തിച്ചിരുന്നു. പിരമിഡിന്റെ അടിത്തറയിൽ ക്വാർട്സ് ക്രിസ്റ്റൽ നിറഞ്ഞ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് തെളിവുകളുണ്ട്. ക്വാർട്സിന് പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് പ്രഷറിന് വിധേയമാകുമ്പോൾ അത് ഇലക്ട്രിക് ചാർജ് ഉത്പാദിപ്പിക്കുന്നു. അതായത് പിരമിഡിന്റെ ഭാരം ഈ പ്രഷർ സൃഷ്ടിക്കുകയും തുടർച്ചയായ ഇലക്ട്രിക് ചാർജ് ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നൈൽ നദിയിലെ വെള്ളം ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം പോലെ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ ഇതിന്റെ ആസ്ട്രോണമിക് അലൈൻമെന്റ്, ഓറിയോൺ ബെൽറ്റിനോട് പിരമിഡിന്റെ അലൈൻമെന്റും ട്രൂ നോർത്തിലേക്കുള്ള നിയർ പെർഫെക്റ്റ് പ്രിസിഷനും അഡ്വാൻസ്ഡ് ആസ്ട്രോണമിക്കൽ നോളജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബിൽഡേഴ്സ് കോസ്മിക് സൈക്കിൾസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോസിബിൾ സ്റ്റെല്ലാർ എനർജി യൂസ് ചെയ്ത് പിരമിഡിന്റെ ഫംഗ്ഷൻ എൻഹാൻസ് ചെയ്യുക. ഇവ വെറും അടിമകൾ നിർമ്മിച്ച ശവകുടീരങ്ങൾ മാത്രമായിരുന്നില്ല, അവ വിപുലമായ എനർജി മെഷീൻസ് ആയിരുന്നു. ചിന്തിക്കൂ, ഒരു ശവകുടീരത്തിന് ഇലക്ട്രിസിറ്റി എന്തിനാണ് വേണ്ടത്?